KJ ജേക്കബ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനുണ്ട്. അദ്ദേഹം ധാരാളമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമാണ്, ചാനലുകളിൽ സജീവമാണ്, ഒരുപാട് ചർച്ചകളിൽ വരുന്ന ആളാണ്. അദ്ദേഹം നല്ല പത്രപ്രവർത്തകനാണ്. എന്നാൽ അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി, പ്രത്യേകിച്ച് CPM വേണ്ടി ഒരുപാട് വെള്ളം കോരുകയും ന്യായീകരണ തൊഴിലാളിയായി നിൽക്കുകയും ചെയ്യുന്ന ധാരാളം ക്യാപ്സൂളുകൾ 24 മണിക്കൂറും CPM ക്യാപ്സൂൾ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അന്നം എന്ന് പറയുന്നത് CPM ക്യാപ്സൂളാണ്. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഈ മാതൃഭൂമിയുടെ സമ്മേളനങ്ങളിൽ, മനോരമയുടെ സമ്മേളനങ്ങളിൽ, അതുപോലെ സാഹിത്യ സദസ്സ് സമ്മേളനങ്ങളിൽ ഒക്കെ പുള്ളി വരാറുമുണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ളൊരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹം ഒരു കാര്യം ഇന്നലെ പറഞ്ഞത്, പലവട്ടം അദ്ദേഹം പറഞ്ഞത് കൊണ്ട് മാത്രം എനിക്കത് പറയണമെന്ന് തോന്നി. അത് പിന്നെ സീഡിറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ബിജു മേഹൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു വീഡിയോ, ഞാൻ ഇതും കൂടെ പറയുന്ന കുറച്ച് ഡേറ്റ കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല ബിജു മോഹനോട് ശത്രുത എന്നുള്ളത്. ബിജു മോഹൻ നല്ല വ്ളോഗറാണ്, നല്ല വീഡിയോ യൂട്യൂബറാണ്, ഒക്കെയാണ്. ഞാൻ ഇതിൻ്റെ ഒരു രേഖ കൂടി പറയാൻ വേണ്ടി ഡേറ്റ കൂടി പറയാൻ വേണ്ടി പറഞ്ഞു. അതിൽ KJ ജേക്കബ് പറയുന്നൊരു വാദമുണ്ട്. കേരളം താമസിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ കേരളം ഇങ്ങനെ പറ്റാത്തൊരു നാടാണ്, എല്ലാവർക്കും പറ്റാത്തൊരു നാടാണെന്ന് നിരന്തരം ഒരു ഇടതുപക്ഷ വിരുദ്ധത, ഒരു CPM വിരുദ്ധത എല്ലാ മാധ്യമങ്ങളും പറയുന്നു. അതൊരു നരേഷനാണ്, ശരിയല്ല. എന്നാൽ KJ ജേക്കബ്, താങ്കളുമായ ഒരു സംവാദത്തിന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ തരിക. ഒരു ഇന്റർവ്യൂ തന്നാലും മതി നമ്മളുടെ ചാനലിൽ, അല്ലെങ്കിൽ ഒരു അഭിമുഖം പോലെ ഒരു സംവാദം തന്നാലും മതി. നിങ്ങൾ CPM കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. CPM എന്ന പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള ഒരു ഘടനാപരമായ സ്ട്രക്ചർ ഉള്ള പാർട്ടിയാണ്. ഒന്ന്. രണ്ടാമത്, ഒരു ബ്രാഞ്ച് കമ്മിറ്റി എടുത്താൽ ആ ബ്രാഞ്ച് കമ്മിറ്റിക്കകത്ത് വരുന്ന സ്കൂളുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ PTA നിയമവിരുദ്ധമായും ഗൂണ്ടായുസം കൊണ്ടും പിടിച്ചെടുത്തിരിക്കും. ഒരു കാരണവശാലും പിടിച്ചെടുക്കാതിരിക്കില്ല. അവിടെ ഒരു അമ്പലമുണ്ടെങ്കിൽ വിശ്വാസികളായിട്ടുള്ള സമ്പൂർണ്ണ ഒന്നുകിൽ വിശ്വാസിയായിട്ടുള്ള പാർട്ടിക്കാരൻ, അല്ലെങ്കിൽ പാതി വിശ്വാസിയായിട്ടുള്ള പാർട്ടിക്കാരൻ, അവരെ അമ്പല കമ്മിറ്റിയിൽ കയറ്റിയിരിക്കും. റെസിഡൻസ് അസോസിയേഷൻ നിർബന്ധമായി അവർ പിടിച്ചിരിക്കും. അവർ എന്ത് ന്യായം പറഞ്ഞും പിടിച്ചിരിക്കും. അത് ഒരു ഗ്രാമത്തിന്റെ കഥ. ഇനി ഞാൻ മുകളിലേക്ക് വരാം. അടുത്ത് നിങ്ങൾ സ്കൂളിലേക്ക് വരിക. അവിടെ സ്കൂളിൽ വലിയ പ്രശ്നമില്ല, കാരണം സ്കൂളിൽ ഇപ്പൊ രാഷ്ട്രീയം വലിയൊരു വിഷയമല്ല. ഞാനൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ വലിയ വിഷയമായിരുന്നു. ഞാനൊക്കെ വലിയ SFI ആയിരുന്നു. അത് വെച്ചിട്ടാണ് പറയുന്നത്, ചെറിയ SFI അല്ല, സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കഥ വെച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ കോളേജിൽ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയത്തോടും മമത വയ്ക്കുന്ന ആളല്ല. എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടും, ഇടതുപക്ഷം ഇന്ത്യയിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും, CPM നിലനിൽക്കേണ്ടത് ആവശ്യകതയും, കോൺഗ്രസ് നിലനിൽക്കേണ്ട ആവശ്യകതയും ഒക്കെ എനിക്ക് നല്ല ബോധ്യമുള്ള ഒരാളായിട്ട് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സ്കൂളിൽ വന്നാൽ തല്ലോട് തല്ലാണ്. SFI അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം തല്ലോട് തല്ലാണ്. ഒരു കാലഘട്ടത്തിൽ KS തല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ SFI തല്ലെടുത്തതിനു ശേഷം തല്ലോട് തല്ലാണ്. കോളേജുകൾ നിങ്ങൾ നോക്കൂ, യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി നോക്കൂ, നിങ്ങൾ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ പോകുന്നു, കേരളത്തിലെ SFIക്ക് മുൻതൂക്കമുള്ള കലാലയങ്ങളെല്ലാം നിങ്ങൾ എടുത്തോളൂ. അവിടെ ലാ കോളേജിൽ എടുത്തോളൂ. സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി തല്ലി. SFIക്കാരല്ല തല്ലിയത്, CITക്കാരും നാട്ടിലെ CPMകാരുമാണ് ആ പെൺകുട്ടിയുടെ പോയി തല്ലിയത്. ലാ കോളേജിൽ നടന്നതാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിർഭയത്തോടുകൂടി KSUവിനോ ABVPക്കോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നിർഭയത്തോടുകൂടി ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയില്ല. നിങ്ങൾ സമ്മതിക്കൂല. നിങ്ങളെന്ന് പറഞ്ഞാൽ ജേക്കബിന്റെ പാർട്ടി സമ്മതിക്കൂല. ജേക്കബെ, ഇനി അതിൽ ജനാധിപത്യം വേണമെന്ന് ഞാൻ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന കാലത്തും ജനാധിപത്യം വേണമെന്ന് എല്ലാ വേദികളിലും അഭിപ്രായം പറയും, കിട്ടുന്ന സ്ഥലത്തൊക്കെ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരു ജനാധിപത്യവും അതിനകത്തില്ല. ജനാധിപത്യവും സോഷ്യലിസവും കൂടെ ഒന്നിച്ച് പോകില്ല എന്ന് K വേണുവിനെ പോലുള്ള നിരീക്ഷകരാണ് പറയുന്നത്. വലിയ നിരീക്ഷകരാണ് പറയുന്നത്, ചെറിയ നിരീക്ഷകരല്ല. K വേണുവും MP പരമേശ്വരനൊന്നും ചെറിയ നിരീക്ഷകരല്ല. അവർ പറയുന്നത് സോഷ്യലിസവും ജനാധിപത്യവും കൂടെ ഒന്നിച്ച് പോകില്ല. സോഷ്യലിസം സ്വത്തിന്റെ കേന്ദ്രീകരണമാണ്. സ്റ്റേറ്റിനാണ് സ്വത്തിന്റെ അവകാശം ഉണ്ടാവുക, ജനങ്ങൾക്ക് വലിയ അവകാശം ഉണ്ടാവില്ല. അങ്ങനെ ജനങ്ങൾക്ക് സ്വത്തിന്മേൽ അവകാശം അധികാരമില്ലെങ്കിൽ അവിടെ ജനാധിപത്യവും വാഴുകയില്ല. അതുകൊണ്ട് മോരും മുദ്രയും പോലെയാണ് ജനാധിപത്യവും സ്വാതന്ത്ര്യവും സോഷ്യലിസവും കൂടി ഒരു മുദ്രാവാക്യമായി എഴുതി വയ്ക്കുന്നത് എന്നുള്ളതും അടിസ്ഥാനപരമായി താത്വികമായി KJ ജേക്കബിനോട് പറഞ്ഞോട്ടെ. ഇനി ഞാൻ വീണ്ടും ഇതിലേക്ക് വരാം. ഒരു ഓഫീസ് എടുക്കുക, അവിടെ NGO യൂണിയനോ KGO ഉണ്ടെങ്കിൽ മറ്റ് യൂണിയനിൽപ്പെട്ടവരെ അവർ തല്ലിയിരിക്കും. പല രൂപത്തിൽ
ഉപദ്രവിച്ചിരിക്കും, പല തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കും, പോസ്റ്റിംഗ്, എന്തെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റൂ എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തിരിക്കും. വേറൊരു സംഘടന CPI പോലും അങ്ങനെ ചെയ്യാറില്ല, RSP അങ്ങനെ ചെയ്യാറില്ല, ഇടതുപക്ഷ പാർട്ടികൾ ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ CPM അത് ചെയ്തിരിക്കും. ഇനി അത് കഴിഞ്ഞ് മുകളിലോട്ട് വീണ്ടും വരാം. അവർക്ക് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ എങ്ങനെയാണ്? ഇവിടെ സ്ഥാപനങ്ങളിൽ ആളുകളെ പോസ്റ്റ് ചെയ്യുന്നത്, ഡയറക്ടർമാരെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്. പിന്നെ അതിനുമുമ്പ് മറ്റൊരു കാര്യം പറയാം. ഒരു CPM കാരന് ജോലി വേണമെങ്കിൽ CPM കാർക്കേ ജോലി PSC ഒഴിച്ചുള്ള പരമാവധി സ്ഥലങ്ങളിൽ CPM കാർക്കേ ജോലി കൊടുക്കൂ. ഇനി ജോലി വേണമെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങണം. ബ്രാഞ്ച് കമ്മിറ്റി കത്ത് ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി കൊണ്ട് കൊടുക്കണം. ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങി ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി കൊടുക്കണം. ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങി ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കണം. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങി സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കണം. സംസ്ഥാന കമ്മിറ്റിക്ക് പിന്നെ ഡയറക്ഷൻ കൊടുക്കും സ്റ്റേറ്റിന്. ഇതാണ് ഒരു പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ ഇല്ലെന്ന് KJ ജേക്കബിന് പറയാവോ? ഒരൊറ്റ പാർട്ടിയിലും ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഭൂമി മലയാളത്തിൽ ഒരു പാർട്ടിയിലും ഇതുണ്ടാവില്ല. ഇങ്ങനെ ഒരു ഹൈറാർക്കിയൽ ലെറ്ററുകൾ പോകുന്ന ഒരു പ്രോസസ്. ഇനി അഥവാ ആരെങ്കിലും ഏരിയ കമ്മിറ്റിയിലോ ചെറിയ കമ്മിറ്റികളെ വിട്ടുകൊണ്ടൊരു വലിയ കമ്മിറ്റിയിൽ, ഏരിയ കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ ചെന്നാൽ അവിടെ നിന്ന് ഫോൺ ചെയ്ത് താഴെ ചോദിച്ചിട്ട് പറയും, ബ്രാഞ്ചിൽ നിന്ന്, ലോക്കലിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ഒരു ലെറ്ററിന് വന്നിരിക്കുന്നു, ആ ലെറ്റർ കൊടുക്കട്ടെ, അയാൾ നമ്മുടെ ആളാണോ എന്ന് കൃത്യമായി അന്വേഷിച്ചിരിക്കും. നമ്മുടെ ആളല്ലെങ്കിൽ ലെറ്റർ കൊടുക്കുന്ന പ്രശ്നമില്ല. ഇനി അങ്ങനെ നിങ്ങൾ മുകളിലേക്ക് വരും. ഇനി ഇവിടെ സ്ഥാപനങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ശാസ്ത്ര സാഹിത്യ നമ്മുടെ ഓരോ സംവിധാനങ്ങളുണ്ടല്ലോ, അതായത് വിജ്ഞാന മിഷൻ, അതുപോലെ തന്നെ പിന്നെ സിൻഡിക്കേറ്റ്, അതുപോലെ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ഒരുപാട്. ലളിതകലാ അക്കാദമി, അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ ഇപ്പൊ ഒരു മധുപാലോ ഒരു GS പ്രദീപ് പക്ക മാർക്സിസ്റ്റുകാരനാണ്, മധുപാലും മാർക്സിസ്റ്റുകാരനാണ്. മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള സഹയാത്രികരാണ്. അങ്ങനെയുള്ളവരൊഴിച്ച് ബാക്കി ആര് വന്നിട്ടുണ്ടെങ്കിലും ഒന്നിൽ പൂക്കാസാസയുടെ പ്രതിനിധി, അല്ലെങ്കിൽ AKGCTയുടെ പ്രതിനിധി, അല്ലെങ്കിൽ AKPCTയുടെ പ്രതിനിധി, അല്ലെങ്കിൽ പിന്നെ പുരോഗമന കലാസാഹിത്യത്തിന്റെ പ്രതിനിധി, ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ അവരെല്ലാം മോശക്കാരാണെന്നല്ല, അവർ വന്ന വഴി പക്ഷെ വേറെയാണ്. കാർത്തികേയൻ സാർ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആവുന്നത്, കാർത്തികേയൻ സാർ കേരളത്തിൽ അറിയപ്പെടുന്ന ഹിസ്റ്റോറിയൻ ആയതുകൊണ്ടല്ല, ഹിസ്റ്റോറിയനാണ്, തർക്കമില്ല, അതുകൊണ്ടല്ല വന്നത്. അദ്ദേഹം AKGCTയുടെ കെയർ ഓഫിലാണ് വന്നത്. അതുപോലെ ഓരോ സ്ഥാപനങ്ങളിലും വരുന്നത് ഇങ്ങനെയാണ്. പിന്നെയുണ്ട് കഥ. ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കും, ചിലത് ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കും. എങ്കിൽ തൃശ്ശൂർന്ന് ജില്ലാ കമ്മിറ്റിക്ക് ഒരാളുടെ ഒരു പദവി കൊടുത്താൽ തൃശ്ശൂരിലുള്ള ആളുകളാകും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കാണ് ഇപ്രാവശ്യം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേഷനിലൂടെ പദവികൾ പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി CPMനകത്ത് ഉണ്ടെന്ന് KJ ജേക്കബ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇതൊന്നും പുറത്ത് പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. എന്തിനിതൊക്കെ പുറത്ത് പറയണം? ഇതൊക്കെ അനുഭവിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്ത് ജീവിതത്തിൽ പച്ചയായ ഈ തൊമ്മാടിത്തരങ്ങളും തോന്നിയവാസങ്ങളും കണ്ടും കേട്ടും ജീവിച്ച് ഇങ്ങനെ വയസ്സായി പ്രായമൊക്കെ ആകുമ്പോൾ എന്തിനിതൊക്കെ പറയണം? ആരെ നന്നാക്കാനാണ്? ഈ ജേക്കബ്മാരെ പോലെയുള്ള ന്യായീകരണ തൊഴിലാളികളുടെ ലോകത്ത് ജനിച്ചിട്ട് ആരെയാണ് നന്നാക്കാൻ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കും. പക്ഷേ ഒരുപാട് അളമുട്ടിയാൽ ചേരയും കടിക്കും. സർവീസ് സഹകരണ ബാങ്കിൽ നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിയാൽ ഒരാളിനും വേറെ മെമ്പർഷിപ്പ് കൊടുക്കത്തില്ല, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വെച്ച് കൊടുക്കത്തില്ല. എന്തെല്ലാമാണ് ചെയ്യുന്നതെന്നറിയാവോ? ഇലക്ഷനിൽ കൃത്രിമം കാണിക്കും, കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്, കള്ളവോട്ട് ചെയ്യിച്ചിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിലെല്ലായിടത്തും ഒരു CPM കാണും, ഒരു CPM കാരൻ കാണും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജേക്കബ് സാറെ ഞാൻ പറയുന്നു, കേരളം ക്രിയേറ്റീവായി ജീവിക്കുന്നവർക്ക് കൊള്ളാത്ത നാടാണ്, കൊള്ളാത്ത നാടാക്കിയതാണ്. ഇത് കൊള്ളാത്ത നാടാണ്, കൊള്ളാത്ത നാടാക്കിയതാണ്. ഇവിടെ ഒരു ക്രിയേറ്റിവിറ്റിയെ നിങ്ങൾ അംഗീകരിക്കില്ല. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഈ വീഡിയോ താങ്കൾക്ക് ഞാൻ അയച്ചു തരാം. ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ നമ്പർ എൻ്റെ ഇല്ല, പക്ഷെ ആരെങ്കിലും KJ ജേക്കബിന് അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും വീഡിയോകളും നമുക്ക് ഒന്നിച്ച് സംവാദം നടത്തണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സഖാവ് EMS, ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് EMSന്റെ ലേഖനങ്ങളുണ്ട്. EMS എഴുതും. 2 തരം സാഹിത്യമുണ്ട് ഇവിടെ. ഒന്ന് പുരോഗമന സാഹിത്യവും ഒരു തരം മുതലാളിത്ത അധോഗമന സാഹിത്യവും. അങ്ങനെ കേരളത്തിലെ സാഹിത്യകാരന്മാരെ, പ്രത്യേകിച്ച് പല സ്ഥലത്ത് തപസ്യയിൽ നിൽക്കുന്നവരെ, ഞാൻ തപസ്യയുടെ ആളൊന്നുമല്ല, തപസ്യയിൽ നിൽക്കുന്നവരെ, അക്കിത്തത്തിനെ പോലെയുള്ളവർ, പല ഉളപ്പമണ്ണയെ പോലെയുള്ള ആളുകൾ, ഒരുപാട് സാഹിത്യകാരന്മാരെയും ചേരി തിരിച്ച് പുരോഗമന കലാസാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം പറയുന്നവർ പുരോഗമനവാദികളും അല്ലാതെ എല്ലാവരും അധോഗമനവാദികളാണെന്നും മൂരാച്ചുകളാണെന്നും മുതലാളിത്ത ബൂർഷ്വാ പിന്തിരിപ്പന്മാരാണെന്നും പച്ചയ്ക്ക് വിളിച്ചിട്ടുള്ള EMS വിളിച്ചിട്ടുള്ള നാട്ടിലാണ് പ്രിയപ്പെട്ട ജേക്കബേ ഞാനും നിങ്ങളും താമസിക്കുന്നത്.
ഈ മണ്ണ് ഒരു ക്രിയേറ്റിവിറ്റി അംഗീകരിക്കാത്ത ഒരു പാർട്ടി ഘടനയുള്ള ഒരു സംവിധാനമാണ്. കണ്ണൂരിലേക്ക് നിങ്ങൾ പോകൂ. മലപ്പട്ടവും ആന്തൂറും പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കൂ. കടക്കൽ പഞ്ചായത്തിൽ വേറൊരു പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, ജയിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഓരോ സ്ഥലം നിങ്ങൾ എടുത്തോണം. നിങ്ങൾ വലിയ പ്രശ്നം സൃഷ്ടിക്കും. മറ്റൊരാളിന്റെ സർഗാത്മകത, മറ്റൊരാളിന്റെ ക്രിയാത്മകത, മറ്റൊരാളിന്റെ ബുദ്ധിമുട്ടുകൾ, മറ്റൊരാളുടെ പ്രശ്നങ്ങൾ ഒക്കെ വരുമ്പോൾ അതേസമയം ഇടതുപക്ഷം പലപ്പോഴും പാവപ്പെട്ടവനും നിരാലംബരും നിരാശ്രയവുമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭൂപരിഷ്കരണം മുതൽ ഇങ്ങോട്ട്, സാക്ഷരത മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഒരുപാട് കാര്യം. പക്ഷെ പാർട്ടി എന്ന് പറയുമ്പോൾ മറ്റൊരു മിഷനറിയാണ്. അത് ഭേദിച്ചാൽ മാത്രമേ എൻ്റെ പൊന്ന് ജേക്കബേ ജനാധിപത്യം പുലരുകയുള്ളൂ.